രാവിലെ നേരത്തെ തന്നെ ഉമ്മ അരിയിടും കേട്ടോ, അതുകൊണ്ട് ചോറ് ഇവിടെ ആദ്യമാകും. അപ്പം ഈ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസമായി ഞണ്ട് കഴിക്കാനൊരു കൊതി. അങ്ങനെ ഷിനാജിന് വേണ്ടി ഞാൻ ഞണ്ട് വാങ്ങിപ്പിച്ചിട്ട്, ഇത് വാങ്ങാൻ മടിക്കുന്നൊരു കാര്യം, ഇത് ക്ലീൻ ചെയ്യാൻ എനിക്കറിയത്തില്ല. ഇവിടെയെന്ന് പറയുമ്പോൾ പിന്നെ ക്ലീൻ ചെയ്ത് കിട്ടും, അതുകൊണ്ടൊരു ഭാഗ്യം. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കറി, പൊരിച്ചത്, തോരനൊക്കെ വേണം കേട്ടോ. നാടൻ ഫുഡിനോടാണ് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം എനിക്ക്. അപ്പോൾ വെണ്ടക്ക ഉമ്മാൻ്റെ അടുത്ത് ഞാൻ അരിയാൻ കൊടുത്തു. ഉമ്മ അവിടെ പയ്യെ ഇരുന്നത് അരിഞ്ഞ് തന്ന്. ആ സമയം കൊണ്ട് ഞാൻ അവിടെ ഞണ്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു, ഷിനാജിനെ വിട്ട് കടയിൽ നിന്ന് വാങ്ങിപ്പിച്ച്. അങ്ങനെ ചോറൊക്കെ ഏകദേശം വെന്ത് വന്നപ്പോഴത്തേക്കും ഞാനത് ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചോറിങ്ങനെ വടിച്ചെടുക്കുന്നതിലും കുറച്ചുകൂടെ സിമ്പിൾ ഇങ്ങനെ ഊറ്റിയെടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ചോറ് വടിക്കാൻ കുറച്ച് റിസ്ക് അല്ലേ, മേത്തോട്ട് വല്ല വീണ് പൊള്ളിയാൽ തീർന്ന്. അപ്പോൾ അതേ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കുള്ള ഇടവേളകളിൽ പോയി ഷിനാജിനെ കൊണ്ട് ഇതേപോലെ കാല് നിൽക്കുകയും കേട്ടോ. കാരണം കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ കാലുവേദനയാണല്ലോ, നിൽക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. അങ്ങനെ വേഗം പോയി കുളിച്ചു വന്നു. ഞാൻ ഷിനാജും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നേ. ഈ ഒരു കൊണ്ടാട്ടമുളകില്ല, അതിപ്പോൾ എനിക്ക് മസ്റ്റാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പണ്ട് മുതലേ എനിക്ക് സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പ്രഗ്നൻ്റ് ആയതിനു ശേഷം സ്പൈസിയോട് കുറച്ചുകൂടി ഇഷ്ടം കൂടി കേട്ടോ. അങ്ങനെ ഞണ്ട് റോസ്റ്റ് ചെയ്തതും മീൻ പൊരിച്ചതും എല്ലാം ഉണ്ടായിരുന്നു. മീൻ പൊരിച്ച് ഞാൻ ഇങ്ങനെ സബോള അരിഞ്ഞിടും, അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റാണ്. ചോറ് കഴിച്ച് കഴിയാനായപ്പോഴത്തേക്കും നല്ലൊരു മഴ അങ്ങോട്ട് പെയ്ത്. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം മഴയും ആസ്വദിച്ചിരുന്നിട്ട് പിന്നെ നേരെ പോയി കിടന്നുറങ്ങി കേട്ടോ. കിടന്നുറങ്ങി എണീച്ചപ്പോഴത്തേക്കും എന്താണെന്നറിയത്തില്ല, ജ്യൂസ് കുടിക്കാൻ ഭയങ്കര കൊതി. അതും ജ്യൂസ് ചെയ്യില്ല, ഡ്രൈ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് തന്നെ വേണോ എന്നുള്ളൊരിതായി. കുടിക്കാൻ നേരം കുറിക്കാനും കൂടെ എന്തെങ്കിലും വേണ്ടതെന്ന് ഓർത്ത് പോപ്കോൺ ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഒരു ഷേക്ക്. ഷിനാജ് ലസ്സിയാണ് വാങ്ങിച്ചത്. എപ്പോഴും ഒന്നും ഇല്ല കേട്ടോ, വല്ലപ്പോഴും മാത്രമേ ഷിനാജ് പറയുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചു തരാറ്.